നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് തുറന്നു പറയാതിരുന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തെ അത് ഒരുപോലെ ബാധിക്കും. ആ രഹസ്യം ഇനിയും എന്റെ മനസ്സിൽ കൊണ്ടു നടക്കാനാവില്ല. എന്റെ പെറ്റമ്മ ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിർമ്മലാമ്മയാണ് എന്റെ യഥാർത്ഥ അമ്മയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് ജന്മം നൽകിയത് ആരാണെന്ന് അമ്മയ്ക്കും നിധിക്കും എല്ലാം അറിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ ആ പ്രപഞ്ച സത്യത്തിനെ ഇപ്പൊ ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നു. എന്റെ അമ്മ ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ എന്റെ ഈ പോറ്റമ്മയെ വിട്ട് ഞാൻ പൊയ്ക്കളയുന്നൊന്നും പേടിക്കണ്ട. എന്റെ ഈ പോറ്റമ്മയാണ് അടുത്ത കാലം വരെയും ഞാൻ എന്റെ പെറ്റമ്മയായിട്ട് കണ്ടത്. ഈ അമ്മയാണ് എന്നെ വളർത്തിയത്. ആ കടപ്പാട് എനിക്ക് ഒരിക്കലും മറന്നു കളയാൻ പറ്റില്ല. നിർമ്മലാമ്മയാണ് എൻ്റെ അമ്മയെന്ന് ഞാൻ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് ഇനിയും ഈ പോറ്റമ്മയുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. നിർമ്മലാമ്മയാണ് എൻ്റെ അമ്മയെന്നുള്ള സത്യം അമ്മയോട് മാത്രമല്ല, ഈ ലോകത്തോട് മുഴുവൻ എനിക്ക് വിളിച്ചു പറയണം. അമ്മേ, 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 എന്തിനാ ഗൗതം അമ്മയോട് സത്യം പറഞ്ഞത്? അത് കേട്ടിട്ടല്ലേ അമ്മ ബോധം കെട്ട് വീണത്. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ തൽക്കാലം ഒന്നും അമ്മ അറിയിക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞത്. എന്നിട്ടും ഗൗതം അത് കേട്ടില്ലല്ലോ. അമ്മേ, അമ്മേ, അമ്മ, അയ്യോ, അമ്മേ, അമ്മേ, എഴുന്നേക്ക്. അമ്മേ, 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 ഗൗതം അമ്മ ഒന്ന് പിടിച്ചിരുത്ത്. അമ്മേ, എഴുന്നേറ്റേ. എന്താ ഉണ്ടായ അമ്മേ? എന്താ പറ്റിയേ? അത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് കണ്ണിലെന്തോ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. പിന്നെ ഒന്നും ഓർമ്മയില്ല. അമ്മ എപ്പോഴാ ബോധം കെട്ട് വീണത്? ഞാൻ കണ്ടില്ലല്ലോ. അത് പിന്നെ നീ എന്നോട് സംസാരിച്ചുകൊണ്ട് നിന്നില്ലേ, അപ്പൊ എനിക്കൊരു വയ്യായിക പോലെ തോന്നി. നിനക്കെന്തോ പറയാനുണ്ടെന്നും വിഷമിക്കണ്ടെന്നും പറഞ്ഞ് നീ തിരിഞ്ഞില്ലേ, അപ്പൊ തന്നെ എന്റെ ബോധം പോയി. ഞാൻ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ടെൻഷൻ ആവരുത്, വിഷമിക്കുകയും ചെയ്യരുത്. അത് തുറന്നു പറയാതിരുന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിനെ അത് ഒരുപോലെ ബാധിക്കും. ആ രഹസ്യം ഇനിയും എനിക്ക് മനസ്സിൽ കൊണ്ടു നടക്കാനാവില്ല. എൻ്റെ പെറ്റമ്മ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിർമ്മലാമ്മയാണ് എൻ്റെ യഥാർത്ഥ അമ്മയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. നീ തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ ഞാൻ സത്യത്തിൽ ഒന്നും കേട്ടില്ല. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഒരു കാര്യം ചെയ്യ്, അമ്മ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട. അതിനു വേണ്ടി എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല എന്നിട്ടാണോ ബോധം കെട്ട് വീണത്? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകുന്നത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു.
പിന്നെ അവിടെ വെച്ച് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ മനസ്സിനൊരു സുഖമില്ലാതായി. വന്നിട്ട് ഒന്നും കഴിച്ചില്ല. അതുകൊണ്ടാ തലകറങ്ങിയത്. എന്താ അമ്മ ഇത്? സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ പോയി ചോറെടുത്തോണ്ട് വരാം. ഏയ് വേണ്ട, എനിക്ക് ചോറൊന്നും വേണ്ട. നിധി, നീ കുറച്ച് കഞ്ഞിയൊക്കെ എടുത്ത് അത് വേഗം എടുത്തുണ്ടോ ചെല്ല്.